ബോക്സിംഗ് പഠിക്കണം. എല്ലാവർക്കും കൂടിയാ? കമോൺ ബോയ്സ്. നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ഇത് ഗൗരി സ്റ്റേറ്റ് ആലപ്പിയെ റെപ്രസെൻ്റ് ചെയ്ത കുട്ടിയാണ്. ഇത് കണക്കുള്ള കൊച്ചുകുട്ടികളാണ് നമുക്ക് വേണ്ടത്. 10ാം ക്ലാസ്സിലും 7 തൊട്ട് പഠിക്കുന്ന കൊച്ചുകുട്ടികൾ കുറച്ച് പേരുണ്ട്. ഇവരാണ് നമ്മുടെ പ്രതീക്ഷയായിട്ടുള്ളത്. ഈ നിൽക്കുന്നത് എല്ലാവരും 10ാം ക്ലാസ്സിന് താഴെ ഉള്ളവരാണ്. പെൺകുട്ടികളാണ് ഇപ്പോൾ വളരെ കൂടുതൽ ബോക്സിങ്ങിലേക്ക് വരുന്നത്. പണ്ടൊരു തമിഴ് മൂവി കണ്ടപ്പോൾ തൊട്ട് ബോക്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 1 ഇയർ ആയിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെക്കാളും നല്ലത് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഗെയിമിലോട്ട് കയറുന്നതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമ്മൾ വിൻ ചെയ്താലും വിൻ ചെയ്തില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ബോക്സിങ് അതുപോലെയല്ല. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇറങ്ങിയാലും സർട്ടിഫിക്കറ്റ് കിട്ടും. നമുക്ക് അതിനുള്ളൊരു വാല്യൂ ഉണ്ട്. പിന്നെ സെൽഫ് ഡിഫെൻസിന് നല്ലതാണ് ബോക്സിങ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ജിംഖാനയൊക്കെ കണ്ട് ഇൻട്രസ്റ്റ് ആയതാണ്. എനിക്ക് പണ്ടോട്ടെ ബോക്സിങ് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ ബോക്സിങ് ഈ ഒരു വർഷത്തിലാണ് വന്നത്. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ചേർന്നതാണ്. എൻ്റെ പേര് ബിജിലാൽ. ഞാൻ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്. ഞാനിവിടെ ഇപ്പോൾ 1.5 വർഷമായി ഞാനിവിടെ ട്രാൻസ്ഫറായി വന്നിട്ട്. അപ്പം അതിനുശേഷമാണ് നമ്മളിവിടെ ബോക്സിംഗ് അസോസിയേഷൻ പുതുതായിട്ട് ഫോം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ബോക്സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ബോക്സിംഗ് ക്യാമ്പ്, ഈ സമ്മർ ക്യാമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കളക്ടറുടെ പ്രത്യേക ഇൻട്രസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പുള്ളി വേനൽപ്പാടൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയാണ്. സ്പോർട്സാണ് ലഹരി, ബോക്സിംഗ് ആണ് ലഹരി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ നിൽക്കുന്ന ഇത്രയും കുട്ടികൾ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും ബോക്സിംഗ് പഠിക്കുന്നതിന് ശേഷം. മാത്രമല്ല അവരൊന്നും ഒരിക്കലും ലഹരിയിലോട്ട് പോകത്തില്ല. ആക്ച്വലി ബോക്സിംഗ് ആലപ്പുഴയിൽ വലുതായിട്ടില്ല, പോപ്പുലറല്ല. അപ്പം നമ്മൾ ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ ഇപ്പം പ്രവീണുണ്ട്. പ്രവീൺ സീനിയർ ബോക്സറാണ്, സ്റ്റേറ്റിലൊക്കെ മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പം പ്രവീൺ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. പ്രവീൺ ഒരു MLA യുടെ മോനൂടാണ്. പഴയ കുട്ടനാട് MLA CK കായംകുളം അമ്പലപ്പുഴ MLA സദാശിവൻ സാറിൻ്റെ മോനാണ്. അപ്പം അദ്ദേഹം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ബോക്സിംഗ് അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്. മാത്യു സാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ് ഇവിടുത്തെ. അപ്പം അവരെല്ലാവരുടെയും കൂടെ സഹകരണത്തോടെയാണ് ചെയ്യുന്നത്. നമ്മളിത് ഫ്രീ കോച്ചിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്, പൈസയൊന്നും വാങ്ങിക്കൊണ്ടല്ല. പിന്നെ രജിസ്ട്രേഷനായിട്ടൊരു 500 rupees അസോസിയേഷനിൽ വാങ്ങുന്നുണ്ട്. അത് മാത്രമാണ് ചെയ്യുന്നത്. ഈ 2 months കോച്ചിങ് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് എക്സ്ട്രാ നമ്മൾ എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഒരു പഴഞ്ചൊല്ലുണ്ട് സ്പോർട്സിനെ കുറിച്ച് പറയുന്നത് 10ാം ക്ലാസ് ഗുസ്തി എന്നാണ്. പക്ഷേ ആക്ച്വലി അതല്ല. നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിലേ നമുക്ക് സ്പോർട്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോഡേൺ സ്പോർട്സ് മീൻസ് ഫുള്ളി ടാക്ടിക്സ് ടെക്നിക്സ് ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻ്റലക്ച്വലി കൂടെ നല്ലതായിരിക്കണം. അപ്പോൾ ചെറിയ പ്രായത്തിലെ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ലെവലിലോട്ട് നമുക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവർ ഗ്രേസ് മാർക്കുണ്ട് പഠിക്കുന്ന സ്കൂളുകൾ. ഗ്രേസ് CBSE നാഷണൽസ് ഉണ്ട്. CBSE നാഷണൽസ് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കുട്ടി ബ്രോൺസ് മെഡലിസ്റ്റ് നേടിയായിരുന്നു നാഷണൽസിൽ. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൽ ഗ്രേസ് മാർക്ക് കുട്ടിയെ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്മിഷന് വെയിറ്റേജ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാം. ഇതിനെല്ലാത്തിനും നമുക്ക് ഇവർക്ക് പറ്റും. ഇതൊന്നും അല്ല, ബോക്സിങ്ങിൻ്റെ ബാലപാഠങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ബോക്സിംഗ് നീഡ്സ് വിഗറസ് ട്രെയിനിങ്. അതിനുള്ള ഒരു ജിംനേഷ്യം, ബോക്സിംഗ് ജിംനേഷ്യം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൻ്റെ സഹകരണത്തോടുകൂടി. കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ബാക്കി എക്യുപ്മെൻറ്റ്സ് കുറച്ച് കളക്ടർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരു CSR ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ വേനൽപ്പാടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ബോക്സിംഗ് ഹാള് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. മാത്രമല്ല നല്ല ഇൻ്റർനാഷണൽ താരങ്ങൾ ഇവിടുന്ന് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു.